ഹായ് ഓൾ, ബിസിനസ് എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ബിസിനസ് എക്കണോമിക്സിൽ തേർഡ് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്യൂളും സെക്കൻഡ് മോഡ്യൂളും പ്രീവിയസ്ലി കുറേ വീഡിയോകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് മോഡ്യൂള് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് തേർഡ് മോഡ്യൂളിൽ വരുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചിട്ടും പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സിറ്റുവേഷൻസ് വരുന്നത് എന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ മുഴുവൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. നമുക്ക് എന്താണ് മാർക്കറ്റ് നോക്കാം. മാർക്കറ്റിന്റെ മീനിങ് ആദ്യം നോക്കാം. മാർക്കറ്റിനെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഗുഡ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി എക്കണോമിക്സിൽ അത് കുറച്ചുകൂടെ ഒരു ഡീപ്പായിട്ടുള്ള ബ്രോഡർ ആയിട്ടുള്ള ഒരു ടേം ആണ്. മാർക്കറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ദാറ്റ് ബ്രിങ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ടുഗെദർ ടു അഗ്രി ഓൺ ദ പ്രൈസ് ആൻഡ് സെറ്റിൽ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇങ്ങനെയാണ് എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെന്റ് ആണ്. അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഒന്നിച്ചു വരുന്നു ആൻഡ് ദേ അഗ്രി ഓൺ എ പ്രൈസ്. ഒരു പ്രൊഡക്റ്റിന് ഒരു പ്രൈസിൽ അവർ അഗ്രിമെന്റിൽ എത്തുന്നു ആൻഡ് ദേ പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് എക്കണോമിക്സിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. മാർക്കറ്റിനെ മെയിനായിട്ടും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, മോണോപോളി, ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഈ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനെ എഗെയിൻ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപോളി ആൻഡ് ഡിയോപോളി. ഇങ്ങനെ മാർക്കറ്റിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് മാർക്കറ്റിന്റെ സ്വഭാവം അനുസരിച്ചിട്ട്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചിട്ടാണ്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ is a market situation in which there are a large number of buyers and sellers of a homogeneous product. ഒരേ തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ വാങ്ങാനും വിൽക്കാനുമായിട്ട് if there is a large number of buyers and sellers, അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റിൽ ഒരേ ടൈപ്പ് ഓഫ്, അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ആ പ്രൊഡക്റ്റ് വാങ്ങാനും വിൽക്കാനും there are many number of buyers and sellers. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് ഡിമാൻഡും സപ്ലൈയും ചേർന്നിട്ടായിരിക്കും മാർക്കറ്റിൽ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓൾ ദ ഫേംസ് സെൽ ദെയർ പ്രൊഡക്റ്റ് അറ്റ് ദ മാർക്കറ്റ് പ്രൈസ്. ഈ മാർക്കറ്റ് പ്രൈസിലായിരിക്കും ആ ഒരു മാർക്കറ്റിലുള്ള എല്ലാ സെല്ലേഴ്സും ആ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടാവുക. സോ ദർ ഈസ് ഓൺലി വൺ പ്രൈസ് പ്രിവെയിൽസ് ഇൻ ദ മാർക്കറ്റ്. ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു മാർക്കറ്റിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. സെക്കൻഡ് വൺ, all firms produce and sell homogeneous or identical products. Third, only one price prevails in the market. Next one, every firm is free to enter and leave the industry. ഏത് ഫേമിന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ ഇൻഡസ്ട്രിയിലേക്ക് വരികയോ അവിടുന്ന് പോവുകയോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. All the buyers and sellers have perfect knowledge about the market condition. എല്ലാ ബയേഴ്സിനും സെല്ലേഴ്സിനും ആ മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ട്. Then there are no selling and transportation cost. അതായത് ബയേഴ്സിനോ സെല്ലേഴ്സിനോ സെല്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ് അവിടെ വരുന്നതേ ഇല്ല. ഈ ഒരു ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഫേമിന് മാക്സിമം പ്രോഫിറ്റിലെത്തുക എപ്പോഴായിരിക്കും. അപ്പം
ഒരു ഫേമിന് മാക്സിമം പ്രോഫിറ്റിൽ എത്തണമെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് ആ ഫേമിന് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇതിനെ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്നും കൂടെ പറയും. പ്രൊഡ്യൂസറിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ MC മസ്റ്റ് ബി ഈക്വൽ ടു മാർജിനൽ റവന്യൂ, ദാറ്റ് ഈസ് MR. MC ഈക്വൽ ടു MR, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ഈക്വൽ ആയിരിക്കണം. Second one, the MC should be rising when MC is equal to MR. In other words, the MC curve must cut MR curve from below. അതായത് MC കർവ് MR കർവിനെ കട്ട് ചെയ്യുമ്പോൾ, അതായത് ഈക്വൽ ആവുന്നെന്ന് പറയുമ്പോൾ രണ്ടും കൂടെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് വരും. MC കർവ് MR കർവിനെ കട്ട് ചെയ്യുമ്പോൾ MC കർവ് താഴെയിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, MC കർവ് റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് ഇൻ ഷോർട്ട് റൺ AR മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഷോർട്ട് റണ്ണിൽ ആവറേജ് റവന്യൂ ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം. ലോങ് റണ്ണിൽ ആവറേജ് റവന്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ലോങ് റണ്ണിൽ ആവറേജ് കോസ്റ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ലോങ് റൺ ആവറേജ് കോസ്റ്റ്. ഈ ഒരു 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു പ്രൊഡ്യൂസർക്ക് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഓക്കെ, ഇത് നമുക്ക് ഒരു ടേബിളിലൂടെയും അതുപോലെ തന്നെ ഒരു ഡയഗ്രത്തിലൂടെയും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ടേബിളിൽ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്, MR കാണിക്കുന്നുണ്ട്, MC കാണിക്കുന്നുണ്ട്. ഓക്കെ, യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് 1 മുതൽ 9 വരെയാണ് കാണിക്കുന്നത്. MR ഈസ് ഈക്വൽ ടു പ്രൈസ് ആണ്. മാർജിനൽ റവന്യൂവും പ്രൈസും സെയിം തന്നെയായിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ. അപ്പോൾ ഇവിടെ MR 10 rupees ആണ്, അതായത് 10 രൂപയാണ് MR. ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് 10 rupees ആണ്. അത് സെയിം തന്നെയായിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എല്ലാ സമയത്തും. അത് MR സെയിം തന്നെയായിരിക്കും. നെക്സ്റ്റ് MCയുടെ കേസ് നോക്കാം. MC 13, 11, 10, 9, 8, 6 അല്ലെ. MC അവിടെ കുറഞ്ഞു വരികയാണ്. 13 മുതൽ 6 വരെ MC ഡിഗ്രീസ് ചെയ്ത് വരികയാണ്. അതിനുശേഷം 6ന് ശേഷം 8, 10, 12 എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പം MCയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആദ്യം, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അത് കുറഞ്ഞു വരും, അതിനുശേഷം ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് മാർജിനൽ കോസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഫേംസ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് എവിടെയാണ് വരിക എന്നാണ് നോക്കേണ്ടത്. അപ്പം ഇക്വിലിബ്രിയം പോയിന്റിന്റെ കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് MR ഈസ് ഈക്വൽ ടു MC, അല്ലെങ്കിൽ MRഉം MCയും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്. അപ്പം MRഉം MCയും ഈക്വൽ ആവുന്ന പോയിന്റ് നമ്മളിവിടെ നോക്കുമ്പോൾ, ഈ ടേബിളിൽ നോക്കുമ്പോൾ 2 പോയിന്റിൽ MRഉം MCയും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് 3 വരുന്ന കേസിലും ഔട്ട്പുട്ട് 8 വരുന്ന കേസിലും MCയും MRഉം 10 തന്നെയാണ് അല്ലേ. പക്ഷെ 2 പോയിന്റിനെ നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രമേ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന പോയിന്റ് ഉണ്ടാവുള്ളൂ. അപ്പം ആ പോയിന്റ് ഏതാണെന്ന് ഈ 2 പോയിന്റിൽ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താണ് പറയുന്നത്? MC മസ്റ്റ് ബി റൈസിങ്. MC ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കണം. സോ ഈ കേസിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും MC ഇൻക്രീസ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് 8ാമത്തെ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന്റെ കേസിലാണ്. അതുവരെ ആദ്യത്തെ കേസിൽ MC 10, 9, 8 എന്ന് പറഞ്ഞ് കുറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ബട്ട് രണ്ടാമത്തെ സിറ്റുവേഷനിൽ 8, 10, 12 MC കൂടുകയാണ്. അപ്പം ആ ഒരു പോയിന്റ് ആണ് ഫേമിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാം. ഈ ഡയഗ്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. X ആക്സിസിൽ ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്, Y ആക്സിസിൽ പ്രൈസ് AR MR കർവ്സ് ആണ് കാണിക്കുന്നത്. അപ്പം പ്രൈസും ARഉം MRഉം ഈക്വൽ ആയിരിക്കും അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ.
പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ഇസ് ഈക്വൽ ടു AR ഇസ് ഈക്വൽ ടു MR ആണ്. അത് ചേഞ്ച് ചെയ്യുകയില്ല. അത് ഒരേ നമ്പർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരേ പ്രൈസ് തന്നെയായിരിക്കും. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും P ഇസ് ഈക്വൽ ടു AR ഇസ് ഈക്വൽ ടു MR എന്ന് പറയുന്ന കർവ്. നെക്സ്റ്റ് കർവ് നമുക്ക് നോക്കാം എം സി കർവ് ആണ്. ആ യു ഷേപ്പിൽ കാണുന്ന കർവ് ആണ് MC കർവ്. MC കർവ് ആദ്യം താഴ്ന്നു വരും, പിന്നെ അത് ഇൻക്രീസ് ചെയ്യും. ആദ്യം ഡിക്രീസ് ചെയ്യും, പിന്നെ ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ MC MRനെ എവിടെ കട്ട് ചെയ്യുന്നു അതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പം രണ്ടിടത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണം. MC മസ്റ്റ് ബി റൈസിങ്. MC ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ MR കർവിനെ താഴെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. അത് രണ്ടാമത്തെ സിറ്റുവേഷനിലാണ് E എന്ന് കാണിക്കുന്ന ആ പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. സോ E എന്ന് പറഞ്ഞ ആ പോയിന്റ് ആണ് ഫേംസ് ഇക്വിലിബ്രിയം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഫേംസ് ഇക്വിലിബ്രിയം അണ്ടർ ഷോർട്ട് റൺ ആൻഡ് അണ്ടർ ലോങ് റൺ. ലോങ് റണ്ണിലെയും ഷോർട്ട് റണ്ണിലെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സിറ്റുവേഷനിൽ ഫേമിന്റെ ഇക്വിലിബ്രിയം എങ്ങനെയൊക്കെയാണെന്നാണ്. അപ്പോൾ പറയാം, ലോങ് റണ്ണിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ലോങ് റണ്ണിൽ ഫേമിന് നോർമൽ പ്രോഫിറ്റ് മാത്രമേ വരുള്ളൂ. ബട്ട് ഷോർട്ട് റണ്ണിൽ ഫേമിന്റെ ഇക്വിലിബ്രിയം 3 സിറ്റുവേഷൻസിൽ വരാം. ഒന്നാമതെന്ന് പറയുന്നത് ഫേമിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. രണ്ടാമത്തത് ഫേമിന് നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. മൂന്നാമത്തത് ഫേമിന് ലോസ് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ ഷോർട്ട് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഫേംസ് ഇക്വിലിബ്രിയം നമ്മൾ 3 രീതിയിൽ സ്റ്റഡി നടത്താനുണ്ട്. ഒന്ന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത്, ഒന്ന് നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത്, ഒന്ന് ലോസ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ഈ പിക്ചറിൽ ഇത് കാണിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് വരുന്ന സിറ്റുവേഷൻ ആണ്. അപ്പം പ്രോഫിറ്റും ലോസും നോക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് എപ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുക, എപ്പോഴാണ് ലോസ് വരിക എന്നുള്ളത്. ഒരു ഫേമിന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ പ്രൈസിനേക്കാൾ കുറവായിരിക്കണം കോസ്റ്റ്, അല്ലേ? ആ പ്രൊഡക്റ്റിന്റെ പ്രൈസിനേക്കാൾ ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കുറവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഫേമിന് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. നേരെ തിരിച്ച് പ്രൈസിനേക്കാൾ കൂടുതലാണ് കോസ്റ്റ് എങ്കിൽ ലോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഡയഗ്രം നമ്മൾ നോക്കുമ്പോൾ ആവറേജ് കോസ്റ്റ് കർവ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ താഴെയാണെങ്കിൽ, നമുക്കവിടെ പ്രോഫിറ്റ് ഉള്ള സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉള്ള സിറ്റുവേഷൻ ആണ്. എന്താണ്? പ്രൈസ് ആണ് മുകളിൽ, അല്ലെങ്കിൽ പ്രൈസ് ആണ് കൂടുതൽ, കോസ്റ്റ് കുറവാണ്. നേരെ തിരിച്ച് പ്രൈസ് അല്ലെങ്കിൽ AR MR കാണിക്കുന്ന കർവിനേക്കാൾ മുകളിലാണ് ആവറേജ് കോസ്റ്റ് കർവ് എങ്കിൽ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലാണ് ആവറേജ് കോസ്റ്റ് എങ്കിൽ ആ സിറ്റുവേഷനിൽ ഫേമിന് ലോസ് ആയിരിക്കും കിട്ടുക, ഫേമിന് ലോസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ആവറേജ് കോസ്റ്റും പ്രൈസും ഒരേ പോയിന്റിലാണ്, ഇക്വിലിബ്രിയം പ്രൈസും ഒരേ പോയിന്റിലാണ് ഉള്ളതെങ്കിൽ അത് നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ ആണ്. നമുക്ക് ആദ്യത്തെ ഈ ഡയഗ്രം നോക്കാം. ഈ ഡയഗ്രം പ്രോഫിറ്റ്, ഒരു ഫേം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഡയഗ്രം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ P is equal to AR is equal to MR കർവ് കാണിക്കുന്നുണ്ട് പ്രൈസ്. ദെൻ MC കർവ് ഉണ്ട്, AC കർവും കാണിക്കുന്നുണ്ട്. ഇവിടെ AC കർവ് കാണിക്കാനുള്ള കാരണം നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ ആവറേജ് കോസ്റ്റ് കർവിന്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇക്വിലിബ്രിയം പോയിന്റ് MCയും MRഉം ഈക്വൽ ആവുന്ന പോയിന്റ്, ദെൻ MC MRനെ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. അത് നമുക്കിവിടെ E എന്ന് പറഞ്ഞ പോയിന്റിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ഈ ഇക്വിലിബ്രിയം പോയിന്റ് നേരെ എവിടെയാണ് ആവറേജ് കോസ്റ്റ് കർവിനെ കട്ട് ചെയ്യുന്നത് നോക്കാം. അത് നേരെ താഴോട്ട് വരയ്ക്കുമ്പോൾ ആവറേജ് കോസ്റ്റ് കർവിനെ B എന്ന് പറഞ്ഞ പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ താഴെയാണ് ആവറേജ് കോസ്റ്റ്, ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവിലാണ് ആവറേജ് കോസ്റ്റ്. അപ്പം പ്രൈസിനേക്കാൾ കോസ്റ്റ് കുറവാകുമ്പോൾ അവിടെ കിട്ടുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഷെയ്ഡഡ് ഏരിയ കാണാം. ആവറേജ് കോസ്റ്റും ഇക്വിലിബ്രിയം പോയിന്റ് ആവറേജ് കോസ്റ്റുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് നേരെ പ്രൊപ്പോർഷണൽ ആയിട്ട് Y ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്കൊരു കോളം കിട്ടും. ആ കോളം, ആ ഷെയ്ഡഡ് ഏരിയ മുഴുവനാണ് ആ ഫേമിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഡയഗ്രം നോക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഫേം നോർമൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഇവിടെ കാണാം AR കർവ് അല്ലെങ്കിൽ പ്രൈസ് കർവ് ഉണ്ട്.
പ്രൈസ് ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു MR ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിച്ചിട്ടുണ്ട്. MC ഉണ്ട്, AC ഉണ്ട്. ദെൻ MC കർവ് MR കർവിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, ആ പോയിന്റിൽ തന്നെയാണ് ആവറേജ് കോസ്റ്റും കട്ട് ചെയ്യുന്നത്. ആ പോയിന്റിൽ തന്നെയാണ് ആവറേജ് കോസ്റ്റും ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സിറ്റുവേഷനെയാണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ MC കർവ് ഉണ്ട്, AC കർവ് ഉണ്ട്, പ്രൈസ് ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു MR എന്ന് പറഞ്ഞ കർവ് ഉണ്ട്. ദെൻ MC MRനെ മുകളിലേക്ക് പോകുമ്പോൾ കട്ട് ചെയ്യുന്ന പോയിന്റ് E എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ദെൻ E എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം ഡയറക്റ്റ് ആയിട്ട് ആവറേജ് കോസ്റ്റിനെ കട്ട് ചെയ്യുമ്പോൾ ആവറേജ് കോസ്റ്റ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ മുകളിലാണ്. ഓക്കെ, ദെൻ അത് ഡയഗണൽ പ്രൊപ്പോർഷണൽ ആയിട്ട് നമ്മൾ Y ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ ഒരു ഷെയ്ഡഡ് ഏരിയ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ആ ഏരിയ ആണ് ആ ഫേമിന്റെ ലോസ്. ഇവിടെ ലോസ് വരാനുള്ള കാരണം എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതലാണ് ആവറേജ് കോസ്റ്റ്, അല്ലെ? പ്രൈസ് കാണിച്ചിരിക്കുന്ന കർവിനേക്കാൾ മുകളിലാണ് ആവറേജ് കോസ്റ്റിന്റെ കർവ് പോകുന്നത്. അപ്പൊ ആ ഏരിയ ആ ഫേമിന്റെ ലോസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ലോങ് റണ്ണിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ നോക്കാം. ലോങ് റണ്ണിൽ പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്ന 2-3 ഡയഗ്രാം ഒന്നുമില്ല. ലോങ് റണ്ണിൽ ഫേംസിന് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് കാണാം X ആക്സിസിൽ ഔട്ട്പുട്ട്, Y ആക്സിസിൽ പ്രൈസ്, റവന്യൂ, കോസ്റ്റ് കാണിക്കുന്നുണ്ട്. ദെൻ AR അല്ലെങ്കിൽ MR കർവ്, പ്രൈസ് AR MR കർവ് ആണ് ആ സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത്. ദെൻ ലോങ് റൺ മാർജിനൽ കോസ്റ്റും ഉണ്ട്, ലോങ് റൺ ആവറേജ് കോസ്റ്റും ഉണ്ട്. ഇവിടെ ലോങ് റൺ മാർജിനൽ കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റും എല്ലാം ഒന്നിച്ചാണ് ആ ഇക്വിലിബ്രിയം പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നോർമൽ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ ആയിരിക്കും. ഫേംസ് ഇക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ലോങ് റൺ. ഓക്കെ, അപ്പൊ ലോങ് റണ്ണിൽ വേറെ സെപ്പറേറ്റ് ഡയഗ്രാം ഒന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ആകെ ഈ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്ന ഈ ഒരു ഡയഗ്രാം മാത്രമാണ് ലോങ് റണ്ണിൽ വരിക. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ലോങ് റണ്ണിൽ സൂപ്പർ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫേംസ് ഇക്വിലിബ്രിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈ 2 സിറ്റുവേഷൻ ആയിട്ടും പഠിക്കേണ്ടതുണ്ട്. ഷോർട്ട് റണ്ണിൽ 3 സിറ്റുവേഷൻ വരും, ലോങ് റണ്ണിൽ ഒരേ ഒരു സിറ്റുവേഷൻ മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ സിറ്റുവേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മൊണോപോളി സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഫേംസ് ഇക്വിലിബ്രിയം വരുന്നത്, അല്ലെങ്കിൽ മൊണോപോളി മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നടക്കുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. പ്രീവിയസ് വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.